ശരി, ഇപ്പോൾ ശ്രീ ബിനോയ് വിശ്വം നമുക്കൊപ്പം ടെലിഫോണിലുണ്ട്. ശ്രീ ബിനോയ് വിശ്വം, വീണ്ടും ഇതാ ഒരു ബഹിഷ്കരണം മന്ത്രി വി ശിവൻകുട്ടിയാണ് ചടങ്ങ് ബഹിഷ്കരിച്ചിറങ്ങിയത്. കാവിക്കൊടിയേന്ത്യ അല്ലെങ്കിൽ RSSന്റെ ഭാരതാംബയാണ് രാജ്ഭവനിൽ വീണ്ടും വച്ചിരിക്കുന്നതെന്നാണ്. എന്താണ് അങ്ങയുടെ പ്രതികരണം? എല്ലാ ഗൗരവത്തോടും കൂടി കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഗവർണർക്ക് രാഷ്ട്രീയ അഭിപ്രായമാകാം, അദ്ദേഹത്തിന് സ്വയം സേവകരാകാം, അദ്ദേഹത്തിന് ഗോൾവക്കറെയോ അല്ലെങ്കിൽ ഉപാധ്യായയോ അതുമല്ലെങ്കിൽ സവർക്കറെയോ ആരെ വേണമെങ്കിലും അദ്ദേഹത്തിന് പൂജിക്കാം, ആരാധിക്കാം. ആശയ വ്യക്തി സ്വയം സേവകനാണല്ലോ. പക്ഷെ ഗവർണർ ആ പദവി വഹിക്കുമ്പോൾ നല്ലവണ്ണം മാനിക്കേണ്ടത് ഭരണഘടന തന്നെയാണ്. ആ ഭരണഘടനയെ ധിക്കരിച്ചുകൊണ്ട് ഇന്ത്യക്ക് അറിയാത്ത ഏതോ ഒരു കൊടിയെ നമ്മുടെ നാടിന്റെ പതാകയ്ക്ക് അപ്പുറം വലുതായി കണ്ടുകൊണ്ട് ആ കൊടിയത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ രൂപത്തെ അതാണ് ഭാരതമാതാവെന്ന് കൽപ്പിച്ചുകൊണ്ട് ഒരു സിംഹപ്പുറത്തിരുത്തി തലയിലൊരു സ്വർണ്ണ കിരീടവും വെച്ച് ഒരു അരപ്പട്ടയും കെട്ടി, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇൻസൾട്ട് ടു ദ നേഷനാണ്, രാഷ്ട്രത്തെ അപമാനിക്കലാണ്, ശ്രീ ബിനോയ് വിശ്വം, രാജ്ഭവനിൽ നിന്ന് ലഭിക്കുന്ന വിശദീകരണം ഈ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ പോലെ കൃത്യമായി പ്രോട്ടോകോൾ ഉള്ള പരിപാടികളിൽ ഇത് ഒഴിവാക്കാം, അതല്ലാതെ രാജ്ഭവനിൽ നടത്തുന്ന മറ്റെല്ലാ പരിപാടികളിലും ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് രാജ്ഭവൻ നിലപാട് സ്വീകരിക്കുമ്പോൾ സർക്കാരിന് എങ്ങനെയാണ് ഈ രാജ്ഭവനുമായി സഹകരിച്ച് ഒരു പരിപാടിയുമായി മുന്നോട്ട് പോകാൻ കഴിയുക? അതന്നെ വ്യക്തമല്ലേ. പ്രോട്ടോകോൾ പ്രകാരം വെച്ചുകൂടാത്ത ഒന്നാണെന്ന് രാജ്ഭവൻ മനസ്സിലാക്കി, വൈകിയാണെങ്കിലും മനസ്സിലാക്കി. പ്രോട്ടോകോൾ പ്രകാരം ആ ചിത്രത്തിന് ഒരു സാങ്കത്യവുമില്ല, അത് ഉണ്ടാകാൻ പാടില്ല എന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ രാജ്ഭവൻ. അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാന മന്ത്രി പങ്കെടുക്കുന്നതാണെങ്കിൽ അത് മാറ്റിവെക്കാനുള്ള മര്യാദ, കേവല മര്യാദ അദ്ദേഹം കാണിക്കേണ്ടതായിരുന്നു. രാജ്ഭവനൊക്കെ അറിയേണ്ട കാലമായി, പ്രായമായി. രാജ്ഭവൻ ശരിക്കും പറഞ്ഞാൽ RSSന്റെ ഒരു ശാഖയാക്കി മാറ്റാൻ പാടില്ല. രാജ്ഭവനാണ്, അത് RSSന്റെ ഒരു കാര്യാലയമാക്കി മാറ്റാൻ പാടില്ല. ഗവർണർ BJPയുടെ അയക്കാരനാകാൻ പാടില്ല, ഗവർണറായിരിക്കണം. ആ ഗവർണർ BJPയുടെ അയാളാകാനും രാജ്ഭവന് RSSന്റെ ഒരു ഉപചാരിയാക്കാനും ശ്രമിച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ അവഹേളിക്കലാണ്. എല്ലാത്തിനേക്കാളും വലുതായിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വഴികാട്ടിയാകേണ്ട ഭരണഘടനയെ ധിക്കരിക്കലാണ്. അങ്ങനെ ധിക്കരിക്കാനുള്ള അവകാശവും ഇല്ല. പി പ്രസാദുമായി ബന്ധപ്പെട്ട വിഷയം കേരളം കണ്ടു. അത് കഴിഞ്ഞ് CPI എനിക്ക് തോന്നുന്നു സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു. പക്ഷേ രാജ്ഭവൻ അയയുന്നില്ല, നിലപാടിൽ പിന്നോട്ട് പോകുന്നില്ല, ഒരു സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? CPI ഏറ്റവും ശരിയായിട്ടുള്ള മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ആ ദേശീയ പതാകയാണ് ഭാരതമാതാവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളെല്ലാ ബ്രാഞ്ചുകളിലും ദേശീയ പതാക ഉയർത്തിയത്. ആ കൊടിക്ക് മുമ്പിൽ ഞങ്ങൾ ഓരോ നട്ടു. ഞങ്ങൾ വ്യക്തമാക്കിയത് നിലപാടാണ്. ആ നിലപാട് രാഷ്ട്രത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെ മാനിക്കുന്ന നിലപാടാണ്. അതൊക്കെ എന്താ മനസ്സിലാക്കാതെ പോകുന്നത്? ഞങ്ങളുടെ രാജ്ഭവനുമായിട്ട് ഒരു നിരന്തരമായ സംഘർഷം ആഗ്രഹിക്കുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞു, അത് ഞങ്ങളുടെ വഴിയല്ല. നിരന്തരമായിട്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരും LDFകാരും കേരള ജനതയും രാജ്ഭവനുമായിട്ട് ഒരു സംഘർഷം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അങ്ങനെ കൂടിയേ തീരുമെന്ന് ഒരു RSS സ്വയം സേവകരെ സ്വയം മാറിക്കൊണ്ട് അദ്ദേഹം തീരുമാനിച്ചാൽ ഓപ്ഷൻ ഞങ്ങൾക്ക് വേറെ പോകാൻ വഴിയില്ല. ഞങ്ങളതിനെ ആശയപരമായി രാഷ്ട്രീയമായി എതിർക്കും. കാരണം കേരളത്തിന് വലുത് ഭരണഘടനയാണ്, മതേതരത്വമാണ്, അതിന്റെ മൂല്യങ്ങളാണ്. ഒരിക്കലും ഈ കാവിക്കൊടി ഏന്തിയ ഒരു രൂപമല്ല, അത് കൃത്യമായിട്ട് പറയുന്നു. ശരി.